ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ അല്ലാഹ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അഥവാ ആ ദീനിലേക്ക് നമ്മളുടെ വക ഒന്നിനെയും ആവശ്യമില്ല. അതിൽ നിന്ന് ഒന്നിനെയും എടുത്തു കളയാനും ഒരാൾക്കും അധികാരമില്ല. അതവിടെ മുജാഹിദുകൾ വെറുതെ പറയുന്ന ഒരു വർത്തമാനമാണോ? അല്ല. സാക്ഷാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും മതത്തിലൂടെ പുതിയൊരു ആചാരത്തെ കൊണ്ടുവന്നാൽ യറാഹാ ഹസന, അതിനെ അവൻ നല്ലതല്ലേ എന്ന് കാണുക കൂടെ ചെയ്തു പോയാൽ, പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ന്റെ ആഘോഷങ്ങളെ കൊണ്ടുവരുമ്പോ, റബീഉൽ ആഖിറിന്റെ ശീലാന ദിനങ്ങളെ കൊണ്ടുവരുമ്പോ ആളുകളോട് പറയുന്ന പുത്തനാചാരമാണ്, റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. എന്നാലും നമ്മൾ എന്താ പറയാ, അങ്ങനൊന്നും ഇല്ലെങ്കിൽ അതിന് കൂലിയുണ്ട്, മതമാണ്, നല്ലതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ നല്ല കാര്യം പറയാതെ അള്ളാന്റെ ഹബീബ് നമ്മളെ വഞ്ചിച്ചു എന്ന്. കാരണം ആരാ പറയണേ? ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ലിഅന്ന അല്ലാഹ തആല യഖൂൽ, കാരണം അല്ലാഹ് പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന്. എവിടെയാ പറയണേ? ഇമാം ഷാത്തിബിയുടെ അൽ ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിലാണ്, പേജ് നമ്പർ 49-ലാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴേ ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനൊക്കെ ഉണ്ടോ? അതിനാണ് തെളിവുകൾ ഉദ്ധരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും കയ്യിലില്ലാത്ത ആരുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഇന്നത്തെ കുറൊക്കെ സൗകര്യങ്ങൾ എന്തെന്നറിയോ? ഈ ChatGPT, അതുപോലെ ജെമിനി, മെറ്റ, കുറെ സാധനമുണ്ട്. നിങ്ങൾ അതൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ പറയും മെറ്റയും മുജാഹിദായി, ChatGPT മുജാഹിദാണ്, ജെമിനി മുജാഹിദാണ് പറയും. കാരണം നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്താൽ മതി സ്ത്രീ പള്ളി പ്രവേശനം, അത് പറയും സ്ത്രീകൾക്ക് അനുവദനീയമാണ്. അപ്പോൾ പറയൂ അത് നമ്മുടെ കാന്തപുരം ഉസ്താദിന്റെ കൂടെ അല്ല, ജെമിനി മുജാഹിദൻ. ഇനി നിങ്ങൾ ജാറം ഉയർത്തുന്ന സംഭവം നിങ്ങൾ മറ്റേല് എന്ത് വേണേൽ സെർച്ച് ചെയ്ത് നോക്ക്. അപ്പോൾ പറയും അതും സെലഫിയായി, അവൻ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ ഏത് സെർച്ച്, കാരണം പ്രമാണങ്ങളെ കൺക്ലൂഷൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ആത്യന്തികം നമ്മൾ മറ്റേ പിന്നെ സ്വീകരിക്കണമെന്നും ജെമിനി സ്വീകരിക്കണമെന്നും അല്ല പറയണേ. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, പരിശോധിക്കാം. അവനവൻ്റെ ഖബറിൽ അവനാണ് ഉണ്ടാവുള്ളൂ, പരിശോധിക്കുക. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ സെർച്ച് ചെയ്താലും കൂടി കിട്ടണ കുറേ വിഷയങ്ങൾ കിട്ടുമ്പോൾ എന്ത് നോക്കിയാലും ഒക്കെ സെൽഫി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ഡിപ്പെൻഡ് ചെയ്യണമെന്നല്ല, തെളിവുകളെ ഡിപ്പെൻഡ് ചെയ്യണം, ഖുർആനും ഹദീസും ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, റസൂലുള്ളാഹിനെ പുതുതായി ഒന്ന് കൊണ്ടുവന്നവൻ വഞ്ചകൻ എന്ന് വിളിച്ചവനാണ്. അടുത്ത വാക്കെന്നറിയോ? അതൊന്ന് അടിവരയിട്ട് വെച്ചാൽ മതി. ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലൂടെ മതമില്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളില് ചാടിക്കളിക്കുന്ന ഷാദുലി റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളില് ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന കുത്തറാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളില് റമദാന് 17-ന് പ്രത്യേകമായി ബദരീങ്ങളുടെ ആണ്ടില്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ നിബിധനങ്ങളില്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് ലോകത്തിലെ മഹാരഥന്മാരായ ഔലിയാക്കൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആരുടെയും ജാറം പെടുത്തിട്ടില്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ റബീഉൽ ആഖിറുകൾ കടന്നു പോകുമ്പോ അന്ന് ജീലാന ദിനങ്ങൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളില് അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളതൊക്കെ ഒന്ന് ദീനാണ്, അന്നില്ലാത്തതൊന്നും ദീനാവാൻ പാടില്ല എന്നാണ്. ഞാനതിൽ 2 പോയിന്റ് കൂടെ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു തരാം.
ഒന്നെന്നറിയോ, ഒരു ദിവസം നമ്മൾ മതമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാം. ഒരു സാധാരണക്കാരന് ജീവിതത്തിൽ ഏത് സുന്നത്തിനെ സ്വീകരിക്കണം, ഏതാണ് പുതിയതെന്ന് തിരിച്ചറിയാൻ. നമ്മൾ പറയില്ല എനിക്ക് അറബി അറിയില്ല, കിതാബ് അറിയില്ല. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു വിഷയമുള്ളൂ. ഒരു ദിവസം മതമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാം. അതിലെ സുബഹിയും തഹജ്ജുദും വിത്തറും അതുപോലെ തന്നെ വുദു എടുത്തതും നഖം മുറിച്ചതും മുഹീദ്ദിമാല പാടിയതും കുതുബിയത്ത് ചൊല്ലിയതും എല്ലാം ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാം. എന്നിട്ട് അതിൽ 1400 പഴക്കമുള്ളത് മുഴുവൻ നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾ നോക്കിയ നഖം മുറിക്കുന്നതിന് കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചതിന് 1400 പഴക്കമുണ്ട്, നമുക്ക് സ്വീകരിക്കാം. വുളു എടുത്തതിന് പ്രതിഫലമുണ്ടെന്ന് പറയാൻ 1400 പഴക്കം. റവാത്തിബിനും വിതറിനും തഹജ്ജുദിനും ഖിയാമുൽ ലൈലിനും ഖിയാമ റമദാനിനും 1400 പഴക്കം. ഒറിജിനൽ സ്വലാത്ത് ചൊല്ലിയതിന് 1400 പഴക്കം. അതിനിടയിൽ ഒരു മുഹിയദ്ദീമാല 416 കൊല്ലം കോഴിക്കോട് ബ്ലോക്കായി മുത്തുനബിയിലേക്ക് എത്തിയില്ല, മാറ്റിവെച്ചു. ഇബ്രാഹിമിയ സ്വലാത്തിന് 1400 പഴക്കം. അതിൻ്റെ ഇടയിൽ ഒരു നാരി സ്വലാത്ത് ചൊല്ലി, അത് 400 താഴെ ഈജിപ്തിലെ ബ്ലോക്കായി മുത്തുനബിയിലേക്ക് എത്തിയില്ല. അങ്ങനെ പ്രിയമുള്ളവരെ 1400 പഴക്കമുള്ളത് മുഴുവനും നമ്മൾ എടുക്കുക. അതിൻ്റെ ഇടയിൽ മനുഷ്യനിർമ്മിതികളായി കോഴിക്കോട്ടു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ പഠിപ്പിച്ചതിന്റെ തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കാം. എനിക്കെന്നെ മുത്തുനബിയുടെ ദീന് മതി. ഇനി രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ നമ്മൾ പറയും എന്നാലും അതിൽ കുറച്ചൊക്കെ അന്നദാനവും ആളുകൾക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് പറയും. അതിന്റെ അപകടം എന്താണെന്നറിയോ? നിങ്ങൾ ആലോചിച്ച്, അത് മുഴുവനും അമലു സ്വാലിഹാത്താണ് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കാം. മജ്‌ലിസുൻ നൂർ, മഹ്ദറത്തുൽ ബദരിയ, ദിക്ർ ഹൽക, ഹദ്ദാദ്, റാത്തീബ്, മൗലൂദ്, ഖുത്ബിയ്യത്ത്, ആണ്ട്, ഉറൂസ്, മഹാമഹങ്ങള്, ഇത് മുഴുവനും അമലു സ്വാലിഹാത്താണ് എന്ന് തന്നെ വെക്കാം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് പ്രഗത്ഭരായ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മജ്മഈൻ ഒരു ഭാഗത്ത് നിൽക്കാൻ, മറുഭാഗത്ത് 2025-26 കുന്നമംഗലത്തുകാരും പുല്ലാളൂരുകാരും നരിക്കുനിക്കാരൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചേർന്നിട്ടുണ്ട്. ഈ കാരന്തൂര് മർക്കസുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിന്റെ ആളുകളുടെ ഏടുകളിലൊക്കെ ഒരുപാട് അമലു സാലിഹാത്ത്, മഹദറത്തുൽ ബദരിയ, ഖുദ്സ് റാത്തീബ്, ഹദ്ദാദ്, റാത്തീബ്, മൗലൂദ്, ആണ്ട്, ഉറൂസ്, മങ്കുസ്, ഷറഫുലിന്, മുഹിയദ്ദീമാല, റിഫാഹിമാല എന്ന് തുടങ്ങി പിന്നെ റാലികൾ, എല്ലാ അമലു സാലിഹാത്തുകളായിട്ട് ഇങ്ങനെ നിൽക്കാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ ഏടുകൾ നോക്കുമ്പോൾ സ്വതക്ക, നിസ്കാരം, റവാത്തിബ്, തഹജ്ജുദ്, വിത്ർ, ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാന്, രോഗസന്ദർശനങ്ങൾ, മയ്യത്ത് പരിപാലനങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരങ്ങൾ, ഇൽമിന്റെ മജലിസുകൾ, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങൾ തുടങ്ങിയ അമലു സാലിഹാത്തൊക്കെ അവരുടെ ഏടിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുക, റസൂൽ ഇതെന്താണ്? കാരന്തൂരുകാരുടെ, പുല്ലാളൂരുകാരുടെ ഏടിലൊക്കെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഉണ്ടല്ലോ, അതെന്താ നബി നിങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചു തരാതിരുന്നത്? അത് അബൂബക്കർ, ഉമറെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്. അത് കാരന്തൂരുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങൾക്ക് മാത്രം മനസ്സിലായിട്ടുള്ള പ്രത്യേക അമലു സ്വാലിഹാത്തുകളാണ് എന്ന് പറയണ ഒരു ഗതികേട് അള്ളാന്റെ ദീനുണ്ടാകും നിങ്ങൾ വിചാരിക്കാറുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ഏതൊന്നാണോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിനെ നമ്മൾ സ്വീകരിക്കുക. അൽഹംദുലില്ലാഹ്, അവിടെ പ്രയാസം ഉണ്ടാവില്ല.